ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ എന്താണ് ഫങ്ഷൻസ് എന്ന് ആദ്യം നോക്കാം. ഫങ്ഷൻസ് ഈസ് എ പ്രോഗ്രാം സെഗ്മെൻറ്റ്. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിനെ തന്നെ നമുക്ക് പല സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനെ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ശരിക്കും മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റാണ് ഫങ്ഷൻസ്. നമ്മുടെ ഒരു ഹോൾ പ്രോഗ്രാമിനെ നമ്മൾ പല പല മോഡ്യൂൾസ് ആയിട്ട് തിരിച്ചിട്ട് ആ മോഡ്യൂൾസ് ആക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓരോ മൊഡ്യൂൾസിനെയും നമ്മൾ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഫങ്ഷൻസ് ആയിട്ട് എഴുതാനുള്ള കുറേ റീസൺസ് ഉണ്ട്. അതായത് ഒന്നാമത് പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി കൂട്ടാൻ പറ്റും. മാത്രമല്ല പ്രോഗ്രാം ഇങ്ങനെ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ അത്രയ്ക്കും ആ പ്രോഗ്രാമിനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് ഫങ്ഷൻസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരേ കാര്യം തന്നെ പല പല പ്ലേസസിൽ ആവശ്യമായിട്ട് വരും ചില സമയത്ത്. അപ്പോൾ റിപ്പറ്റേറ്റീവായിട്ട് പല സ്പേസസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കേസസിൽ നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യും. ഇപ്പം നമുക്കറിയാം ഒരേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ ഒരു സ്ഥലത്ത് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യും, അല്ലേ? ഇപ്പോൾ ഒരേ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ സ്ഥലത്ത് റിപ്പീറ്റഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ്. അതേസമയം ഫങ്ഷൻസായിട്ട് നമ്മൾ എഴുതുവാണെങ്കിൽ ആ ഫങ്ഷൻസിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് ആ പ്രോഗ്രാമിനകത്ത് ഏത് പോർഷൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. So it helps to use in different places of the program and it can be used repetitively. എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. സോ അപ്പോൾ പ്രോഗ്രാംസിനെ നമുക്ക് ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്രോഗ്രാംസിനെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. അതൊക്കെയാണ് ഫങ്ഷൻസ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. സോ അപ്പം റീയൂസബിലിറ്റി കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഗ്രാമിൻ്റെ റീയൂസബിലിറ്റി അല്ലെങ്കിൽ പ്രോഗ്രാം കോഡിൻ്റെ റീയൂസബിലിറ്റി കൂട്ടാനുള്ള ഒരു മാർഗ്ഗവും കൂടിയാണ് ഫങ്ഷൻസ്. ഒരു ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാം കാണും. നമ്മൾ അതിൻ്റെ അകത്തുള്ള ഒരു പാർട്ടിനെ ഒരു ഫങ്ഷനാക്കി സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ആ ഫങ്ഷൻ നമ്മൾ മെയിൻ പ്രോഗ്രാമിനകത്ത് നോർമൽ പ്രോഗ്രാം പോലെ എഴുതി വരുന്നുണ്ട്. എഴുതി വന്നതിന് ശേഷം എവിടെയാണോ നമുക്ക് ഈ പ്രോഗ്രാം സെഗ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത് അവിടെ നമ്മളൊരു ഫങ്ഷൻ കോള് വിളിക്കും. സോ ഫങ്ഷൻ കോൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു കോൾ ദ ഫങ്ഷൻ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിന് ഫങ്ഷൻ കോൾ എന്നാണ് പറയുന്നത്, ഫങ്ഷനെ കോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ഒരു ഫങ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമ്പൈലർ നേരെ ആ ഫങ്ഷനെ കണ്ടുപിടിച്ച് ആ ഫങ്ഷൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. ഓക്കെ, ഫങ്ഷൻ കോൾ കണ്ടുപിടിച്ചിട്ട് നേരെ ആ ഫങ്ഷനെ കോൾ ചെയ്യുക മീൻസ് ആ ഫങ്ഷൻ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ആ ഫങ്ഷനകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ ഉള്ളത് അതെല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം എവിടെ നിന്നാണോ ഫങ്ഷൻ കോൾ പോയത് അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്ന് നിൽക്കും. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. മെയിൻ പ്രോഗ്രാമിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണും ടു കോൾ ദ ഫങ്ഷൻ വിച്ച് ഈസ് നോൺ ആസ് ഫങ്ഷൻ കോൾ. ആ ഫങ്ഷൻ കോള് കാണുന്ന സമയം ഇറ്റ് വിൽ കോൾ ദ കറസ്പോണ്ടിങ് ഫങ്ഷൻ ആൻഡ് വിൽ എക്സിക്യൂട്ട് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻസൈഡ് ദ ഫങ്ഷൻ. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫങ്ഷൻ ഇറ്റ് വിൽ കം ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെയർ ദ ഫങ്ഷൻ കോൾഡ്. ഓക്കെ, ഫങ്ഷൻ കോളിന് തൊട്ട് താഴെയുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്ന് നിൽക്കും. എന്നിട്ട് വീണ്ടും ഈ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഒരു ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിന്നാണ് ഫങ്ഷനെ കോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലേ? അപ്പം മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് രണ്ടു പേർക്കും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡേറ്റാസ് പാസ് ചെയ്ത് കൊടുക്കാം. മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഫങ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ഡേറ്റയെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഫങ്ഷനിൽ നിന്ന് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഡേറ്റേനെ നമ്മൾ റിട്ടേൺ വാല്യൂ എന്ന് പറയും. മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഫങ്ഷനിലേക്ക് കൊടുക്കുന്ന വാല്യൂസാണ് ആർഗ്യുമെൻറ്റ്സ്
ആൻഡ് ഫങ്ഷനിൽ നിന്ന് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു കൊടുക്കുന്ന വാല്യൂ ആണ് റിട്ടേൺ വാല്യൂ. സോ ഈ ടേംസ് ഓർത്തിരിക്കുക, ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, formal arguments and actual arguments. Arguments are of 2 types, formal arguments and actual arguments. Okay, actual arguments ആണ് ഒറിജിനൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ വാല്യൂസ് ആണ്. അതായത് മെയിൻ പ്രോഗ്രാം കൊടുക്കുന്ന ഒറിജിനൽ വാല്യൂസിനെയാണ് നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫങ്ഷനകത്ത് കുറച്ച് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാം ഫങ്ഷനിലേക്ക് കൊടുക്കുന്ന ഒറിജിനൽ വാല്യൂസ്. അതേസമയം ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷനകത്ത് ഉള്ള ടെമ്പററി ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഐഡിയ ആയിട്ട് ഈക്വലൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ട്, ഒരു ഫങ്ഷൻ ഉണ്ട്. സോ അപ്പം കോൾ ചെയ്യുന്ന സമയത്ത്, കോൾ ചെയ്യുക മീൻസ് ആ ഫങ്ഷൻ മെയിൻ പ്രോഗ്രാം ആ ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഡേറ്റ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് നമ്മുടെ ഒരു വണ്ടി ഓക്കെ നമ്മൾ തൽക്കാലം നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യും അല്ലേ. സോ അപ്പം കീ കൊടുക്കുന്നു. ഈ കീ ആണ് നമ്മളിവിടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ മെയിൻ പ്രോഗ്രാം, അതായത് ഞാൻ എൻ്റെ കീ കൊടുക്കുമ്പോൾ അതെൻ്റെ ആക്ച്വൽ കീ ആണ് അല്ലേ. ആ ആക്ച്വൽ കീനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പം ഫ്രണ്ട് അത് റിസീവ് ചെയ്യുന്നു. അപ്പോൾ ആ റിസീവ് ചെയ്യുന്ന ആ ഹാൻഡിനെ നമുക്ക് ഫോർമൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പറയാം. അത് ടെമ്പററി ഹാൻഡ്സ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മളാണ്, കാരണം നമ്മൾ ഓണറാണ്. അപ്പോൾ എന്തായാലും ആ കീ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കുമല്ലോ ഫുൾ ടൈം. ഇപ്പോൾ തൽക്കാലത്തേക്കാണ് ആർക്ക് കൊടുക്കുന്നത്, നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഗിവിങ് ആൻഡ് ടേക്കിംഗ്, നമ്മൾ കൊടുക്കുന്നു, ഫ്രണ്ട് മേടിക്കുന്നു. സോ സെയിം കൺസെപ്റ്റാണ് ഒരു ഫങ്ഷനെ സംബന്ധിച്ച്. മെയിൻ പ്രോഗ്രാം ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡേറ്റ കൊടുക്കുന്നു, ഫങ്ഷൻ അത് റിസീവ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പം മെയിൻ പ്രോഗ്രാം കൊടുക്കുന്ന ഡേറ്റ ആക്ച്വൽ ആർഗ്യുമെൻ്റ്, ഫങ്ഷൻ അത് റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ഫോർമൽ ആർഗ്യുമെൻ്റ്. ഇനി നമ്മൾ വാല്യൂസ് പാസ് ചെയ്യുന്നത് 2 ടൈപ്പ് മെത്തേഡ് യൂസ് ചെയ്ത്, 2 മെത്തേഡ് യൂസ് ചെയ്താണ് വാല്യൂസ് പാസ് ചെയ്യുന്നത്. പാസ് ബൈ വാല്യൂ ഉണ്ട്, പാസ് ബൈ റെഫറൻസ് ഉണ്ട്. പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു കീ ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ടിന് നമ്മളൊരു കീ കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കീയുടെ തന്നെ ഒരു കോപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് നമ്മൾ ഫങ്ഷന് കൊടുക്കുന്നത്. മെയിൻ പ്രോഗ്രാം കൊടുക്കുന്നത് ഒറിജിനൽ വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ്. ഓക്കെ, സോ അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിനകത്ത് റിസീവ് ചെയ്യുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു കീ ഉണ്ടെന്നാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു കീ ഉണ്ട് അല്ലേ. ഇൻ കേസ് ഈ ഫ്രണ്ടിന് നമ്മൾ കൊടുത്ത കീക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു എന്ന് വിചാരിക്കാം, അത് നമ്മുടെ കയ്യിലുള്ള കീനെ അഫക്റ്റ് ചെയ്യോ? ഇല്ല. ഓക്കെ, അതാണ് പാസ് ബൈ വാല്യൂവിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരു കോപ്പിയാണ് കൊടുത്തത്, ഫങ്ഷൻ ഒറിജിനൽ വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഫങ്ഷൻ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ഈ ഡേറ്റയിൽ വരുത്തിയാലും ഒറിജിനൽ വാല്യൂസിനെ അത് അഫക്റ്റ് ചെയ്യില്ല. മെയിൻ പ്രോഗ്രാമിനകത്താണ് ഒറിജിനൽ വാല്യൂസ് ഉള്ളത്. ആ ഒറിജിനൽ വാല്യൂസിനെ
ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അഫക്റ്റ് ചെയ്യില്ല. ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിനെയാണ് നമ്മൾ പാസ് ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ പാസ് ബൈ വാല്യൂവിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കീ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മെയിൻ പ്രോഗ്രാം സ്വന്തം കയ്യിലുള്ള ഡേറ്റ, അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഫങ്ഷന് കൊടുക്കുന്നു ബൈ ഡ്യൂപ്ലിക്കേറ്റിംഗ് ഓർ കോപ്പിയിങ് ദി ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. സോ അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻ്റ് ആയിട്ട് ഫങ്ഷൻ റിസീവ് ചെയ്യുന്നത് ഒറിജിനൽ ഡേറ്റയുടെ കോപ്പി ആയിരിക്കും. So at that time, whatever change made in this formal argument by the function, ഫംഗ്ഷനകത്ത് നമുക്ക് ഡേറ്റ കിട്ടുന്നുണ്ട്. ആ ഡേറ്റയാണ് നമ്മൾ ഫംഗ്ഷനകത്ത് പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ പ്രോസസ്സിങ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്ത് ഡിഫറൻസ് ഉണ്ടാക്കിയാലും അതൊരിക്കലും മെയിൻ പ്രോഗ്രാമിനകത്തുള്ള ഒറിജിനൽ ഡേറ്റേനെ അഫക്റ്റ് ചെയ്യില്ല. അതാണ് പാസ് ബൈ വാല്യൂ. ഓക്കെ, അതേസമയം പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് ദ സെയിം കീ ആണ്. അതായത് നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഒരൊറ്റ കീ ഉള്ളൂ, ആ ഒരൊറ്റ കീ ഉള്ളത് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിന് കൊടുക്കുന്നത്. അപ്പം ആ ഒരു കീയിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കീയുടെ ഡാമേജാണ്, അല്ലേ? അത് നമ്മുടെ കയ്യിലുള്ള കീനെ അഫക്റ്റ് ചെയ്യുന്നു. കാരണം ഒറ്റ കീ അല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെയും മെയിൻ പ്രോഗ്രാം ഒറിജിനൽ ഡേറ്റ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തൊക്കെ ചേഞ്ച് ഈ ഡേറ്റയിൽ വരുത്തിയാലും, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വരുത്തിയാലും, ഇതിങ്ങോട്ട് റിസീവ് ചെയ്യുമ്പോൾ അത് ഫോർമൽ ആർഗ്യുമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്, അതായത് ടെമ്പററി വാല്യൂ ആയിട്ട് മാറുന്നുണ്ട്. എങ്കിൽ പോലും എന്തൊക്കെ ഫംഗ്ഷൻ മോഡിഫിക്കേഷൻ വരുത്തിയാലും അത് ഈ ഒറിജിനൽ ഡേറ്റയെ അഫക്റ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ്, ഇത് രണ്ടും എന്താണ്? ഡേറ്റ ഷെയറിങ്ങിനുള്ള രണ്ട് മെത്തേഡ്സ് ആണ്, പാസ് ബൈ വാല്യൂ, പാസ് ബൈ റെഫറൻസ്. പാസ് ബൈ റെഫറൻസ് ആണെങ്കിൽ നമ്മൾ സെയിം കീ ഷെയർ ചെയ്യുന്ന ഒരു പോലെയാണ്. അതായത് മെയിൻ പ്രോഗ്രാമിനകത്തുള്ള ഒറിജിനൽ ഡേറ്റ തന്നെയാണ് നമ്മൾ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്ത് മോഡിഫിക്കേഷൻ ആ ഡേറ്റയിൽ വരുത്തിയാലും അത് ഒറിജിനൽ ഡേറ്റേനെ അഫക്റ്റ് ചെയ്യും. അതേസമയം പാസ് ബൈ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കീ ആണ് കൊടുക്കുന്നത്. അതായത് ഒറിജിനൽ വാല്യൂവിൻ്റെ ഒരു കോപ്പിയാണ് ഫംഗ്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയാലും അത് ഒറിജിനൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല. സോ അതാണ് പാസ് ബൈ വാല്യൂ. ഇനി ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് അതിന് 3 പാർട്സ് ആയിട്ടാണ് എഴുതുന്നത്. 3 പാർട്സ് നമുക്ക് കൊടുത്താൽ മാത്രമേ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഫുള്ളാവുള്ളൂ. അതായത് ഫസ്റ്റ് വേണമെന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓർ ഡിക്ലറേഷൻ, ദെൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ, ദെൻ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓർ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ, ഇങ്ങനെ 3 സ്റ്റെപ്പ് കൊടുത്താൽ മാത്രമേ ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഫുൾ ആവത്തുള്ളൂ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് കമ്പൈലറിനോട് നമ്മൾ പറയുവാണ് വി ആർ യൂസിങ് എ ഫംഗ്ഷൻ ഇൻ ദിസ് പ്രോഗ്രാം. ഓക്കെ, നമ്മൾ നോർമലി സി പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയെല്ലാം നമ്മൾ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ ആ ഫങ്ഷൻസിനെ ഡിക്ലെയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഓർ ഡിക്ലറേഷൻ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം. റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ വാല്യൂ നമ്മൾ പഠിച്ചു. അതായത് ഫംഗ്ഷനിൽ നിന്ന് മെയിൻ പ്രോഗ്രാമിലേക്ക് കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഫംഗ്ഷൻ എന്തെങ്കിലും വാല്യൂ മെയിൻ പ്രോഗ്രാംസിലേക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണ് എന്ന് പറയണം. അതാണ് ഈ റിട്ടേൺ ടൈപ്പ്. ദെൻ ആ ഫംഗ്ഷൻ്റെ പേരെന്താണെന്ന് പറയണം. അതുപോലെ വിത്തിൻ ബ്രാക്കറ്റ് അതിനകത്ത് ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം. ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ എന്തൊക്കെ വാല്യൂസ് ആണോ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നത് അതാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്.
ഓക്കെ. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം, ഫംഗ്ഷന് പേര് കൊടുക്കണം, ദെൻ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. തൽക്കാലം ഇത്രയും പഠിക്കുക. ഓക്കെ. ദെൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്താണ് ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ ഫംഗ്ഷൻ വാട്ട് ടു ഡു, എന്തൊക്കെ ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയായിരിക്കും. അതായത് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ട ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് തന്നെയാണ് ഇവിടെ വരുന്നത് വിത്തൗട്ട് സെമികോളൻ. ഇവിടെ സെമികോളൻ ഉണ്ട്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ സെമികോളൻ ഉണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് സെമികോളൻ ഇല്ല. സോ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്. ദെൻ വിത്തിൻ കേർലി ബ്രേസസിനകത്ത് നമുക്ക് എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ ഇതിൽ ചെയ്യിപ്പിക്കാനുള്ളത് അത് എഴുതുക. ഓക്കെ. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എക്സിക്യൂട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു എക്സിക്യൂട്ട് ആണ് നമ്മൾ എന്താണ് ആ ഫംഗ്ഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പം 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ഫംഗ്ഷൻ കോൾ. നമ്മളൊരു ഫംഗ്ഷൻ എഴുതിയാൽ മാത്രം പോരാ, ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം അല്ലേ. അപ്പോൾ ആ കോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് കോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കോൾ ചെയ്യാൻ ഫംഗ്ഷൻ കോൾ തന്നെ നമുക്ക് 2 ടൈപ്പായിട്ട് വരും. അതായത് റിട്ടേൺ വാല്യൂ ഉള്ളതുകൊണ്ട് റിട്ടേൺ വാല്യൂ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ. അതായത് ഫംഗ്ഷൻ തിരിച്ച് വാല്യൂസ് ഒന്നും കൊടുക്കുന്നില്ലാത്ത കേസസും വരാം, ഫംഗ്ഷൻ തിരിച്ച് വാല്യൂസ് മെയിൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്ന കേസസും വരാം. അപ്പം വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആണെങ്കിൽ സിംപ്ലി നമ്മൾ ആ ഫംഗ്ഷൻ നെയിം കോൾ ചെയ്താൽ മതി. ഫംഗ്ഷൻ നെയിം വിത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സും സെമികോളനും. ഫംഗ്ഷൻ നെയിം കൊടുത്ത് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ വെറുതെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. ദെൻ സെമികോളൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ. ഇനി റിട്ടേൺ ടൈപ്പ് ഉണ്ട് എങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റിട്ടേൺ വാല്യൂ ആണോ വരുന്നത് അതിനെ റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വേരിയബിൾ വേണം, ദെൻ ഈക്വൽ ടു വേണം, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്. അതായത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊരു വാല്യൂ ഫംഗ്ഷൻ തിരിച്ചു തരും. ആ വാല്യൂവിനെ ഈ റിട്ടേൺ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിനാണ് ഈ ഈക്വൽ ടു കൊടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ അതാണ് ഫംഗ്ഷൻ കോൾ. സോ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് 2 ടൈപ്പായിട്ട് 2 രീതിയിൽ നമുക്ക് എഴുതാം. അതായത് റിട്ടേൺ വാല്യൂ ഉള്ള ടൈപ്പുണ്ട്, റിട്ടേൺ വാല്യൂ ഇല്ലാത്ത ടൈപ്പുണ്ട്. റിട്ടേൺ വാല്യൂ ഇല്ലാത്ത ടൈപ്പാണെങ്കിൽ ജസ്റ്റ് ഫംഗ്ഷൻ നെയിമും ആർഗ്യുമെൻറ്റ്സും കൊടുത്ത് അതിനെ കോൾ ചെയ്താൽ മാത്രം മതി. അതേസമയം റിട്ടേൺ വാല്യൂ ഉണ്ട് എങ്കിൽ ആ വരുന്ന റിട്ടേൺ വാല്യൂവിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും കൂടി കൊടുക്കണം, അസൈൻ ചെയ്യണം. ഓക്കെ. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള തിയറി പോർഷൻസ്. ഓക്കെ. അപ്പോൾ അടുത്ത ഇനി വരുന്ന ലെസൺസിൽ നമുക്ക് കൂടുതലായിട്ട് ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റേഷൻ, അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ വരുള്ളൂ. ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.